നമസ്കാരം, KCU വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുട്ടനാടിനെ ചെങ്കടലാക്കി റെഡ് വാളണ്ടിയർ മാർച്ച് നടന്നു. രാമങ്കരയിൽ D. ലക്ഷ്മണനും മങ്കൊമ്പിൽ G. സുധാകരൻ MLAയും സല്യൂട്ട് സ്വീകരിച്ചു. കിടങ്ങറ ചെറുകാപ്പ് കോളനിക്ക് ശാപമോക്ഷം. കോളനിയിലേക്ക് റോഡ് നിർമ്മിക്കുന്നതിന് 40 ലക്ഷം രൂപ കുട്ടനാട് MLA അനുവദിച്ചു. നാട്ടുകാർ ഒന്നിച്ചു. കുളിക്കാനും നനയ്ക്കാനും വെള്ളമായി. കുടിവെള്ളത്തിന് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് കനിയണമെന്ന് നാട്ടുകാർ. നെല്ലുവില ഉൽപാദന ചെലവിൽ ആനുപാതികമായി ഉയർത്തണമെന്ന് കേരള കോൺഗ്രസ് M സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KC ജോസഫ്. വാർത്തകൾ വിശദമായി. CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി റെഡ് വാളണ്ടിയർ ട്രയൽ പരേഡ് നടന്നു. കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരേഡിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം D. ലക്ഷ്മണൻ സല്യൂട്ട് സ്വീകരിച്ചു. മാമ്പുഴക്കരി ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നാണ് പരേഡ് ആരംഭിച്ചത്. KK അശോകൻ, G. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ റെഡ് വാളണ്ടിയർ മാർച്ചിന് നേതൃത്വം നൽകി. തകഴി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ട്രയൽ പരേഡിൽ G. സുധാകരൻ MLA സല്യൂട്ട് സ്വീകരിച്ചു. KR ഭഗീരഥൻ, പ്രഹ്ലാദൻ എന്നിവർ നേതൃത്വം നൽകി. 21ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഈ മാസം 20 മുതൽ 23 വരെ ആലപ്പുഴയിലാണ് സമ്മേളനം നടക്കുന്നത്. വിവിധ സബ് കമ്മിറ്റികളുടെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഒരുക്കങ്ങൾ അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതായി സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി G. സുധാകരൻ MLA പറഞ്ഞു. വിവിധ ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റോഡരികിൽ സ്മാരകങ്ങളും ബാനറുകളും തോരണങ്ങളും ഉയർന്നിട്ടുണ്ട്. സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ കലാ സാംസ്കാരിക പരിപാടികൾ നടന്നുവരികയാണ്. അങ്ങനെ പാർട്ടി മെമ്പർമാരും ജനങ്ങളും ചേർന്ന് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈ മഹത്തായിട്ടുള്ള സമ്മേളനം നടത്തുകയാണ്. കുട്ടനാട്ടുകാരായതിന്റെ അഭിമാനം. ഈ സമ്മേളനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രീകരണം കുട്ടനാടാണ്. പുന്നപ്ര, വയലാർ, കുട്ടനാട്. പുന്നപ്ര കഴിഞ്ഞാൽ പിന്നെ കുട്ടനാടാണ്. പടങ്ങളായാലും പ്രസംഗമായാലും പ്രചരണമായാലും കലകളായാലും എല്ലാം. ഒന്നാമത് പുന്നപ്ര, വയലാർ. പുന്നപ്ര, വയലാർ കഴിഞ്ഞാണ് കുട്ടനാട് ഉണർന്നത് കൊണ്ടാണ് പറയുന്നത്. പിന്നെ കുട്ടനാടിലെ കാർഷിക സമരങ്ങൾ, കാർഷിക വിപ്ലവങ്ങൾ, രക്തസാക്ഷികൾ, മഹത്തായ പോരാട്ട ഭൂമി ഈ സമ്മേളനത്തെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമാണ്. കിടങ്ങറ ചെറുകാപ്പ പുതുവൽ സെറ്റിൽമെന്റ് കോളനിവാസികളുടെ സമരത്തിന് ഫലം കാണുന്നു. കോളനിയിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് കുട്ടനാട് MLA തോമസ് ചാണ്ടി 40 ലക്ഷം രൂപ അനുവദിച്ചു. കോളനി നിവാസികളുടെ ദുരന്ത ജീവിതം പുറം ലോകത്തെത്തിക്കുന്നത് KCV വാർത്തകളാണ്. ഒരാൾക്കു മാത്രം നടന്നു പോകാൻ സാധിക്കുന്ന ഇടുങ്ങിയ വഴിയാണ് കിടങ്ങറ ചെറുകാപ്പ് പുതുവൽ നിവാസികളുടെ യാത്രാമാർഗം. മുൻകാലങ്ങളിൽ ബോട്ടുകളായിരുന്നു ഇവരുടെ പ്രധാന യാത്രാമാർഗം. എന്നാൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി ജലപാതയിൽ ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് സർവീസ് വെട്ടിക്കുറച്ചതും ഇവർക്ക് തിരിച്ചടിയായി. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങൾ നീന്തി കയറിയൊക്കെയാണ് ഞങ്ങളുടെ വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കത് ഇപ്പോഴും അത് തന്നെയാണ്. ഞങ്ങൾ വളരെയൊക്കെ ബുദ്ധിമുട്ടി ജീവിക്കുകയാണ്. ബോട്ടിലും വള്ളത്തിലൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉണക്ക സമയത്ത് ഞങ്ങൾക്ക് പോകാൻ കാര്യത്തിൽ നടന്നു പോകാനായിട്ട് തെന്നുമൊന്നും ചെയ്യത്തില്ല. പക്ഷെ മഴ സമയങ്ങളിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണല്ലോ സ്കൂളിൽ പോകുവാനും വളരെയധികം കഷ്ടപ്പെട്ടു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടവഴിയും കുടിവെള്ളവും കോളനിയിൽ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോളനി നിവാസികൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സമരപാതയിലായിരുന്നു. അധികാരത്തിൽ വരുന്നവർ തങ്ങളെ അപമാനിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോളനി നിവാസികൾ വോട്ട് ബഹിഷ്കരിച്ച് കഞ്ഞി വീഴ്ത്തിയ സമരം ഏറെ ശ്രദ്ധേയമായിരുന്നു. കോളനിക്കാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്ന റോഡ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. കോളനിയിലേക്കുള്ള ആദ്യ 400 മീറ്റർ റോഡ് നിർമ്മിക്കുന്നതിനായി MLAയുടെ ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. റോഡിനൊപ്പം കോളനിയിലേക്ക് ശുദ്ധജലം എത്തിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് നിവാസികൾ ഒന്നിച്ചു. കുളിക്കാനും നനയ്ക്കാനും മറ്റ് പ്രാഥമിക ആവശ്യത്തിനുമുള്ള വെള്ളമായി. എങ്കിലും ഇവർക്ക് കുടിവെള്ളം ലഭിക്കണമെങ്കിൽ പഞ്ചായത്ത് കനിയണം. ഗ്രാമപഞ്ചായത്ത് അധികാരികളെ ഇനിയെങ്കിലും കണ്ടില്ലെന്ന് നടിക്കരുത് ഇവരുടെ കഷ്ടപ്പാടുകൾ. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിലെ 20ഓളം വീട്ടുകാർക്ക് കുടിക്കാനും കുളിക്കാനും തുടങ്ങി ഒരാവശ്യത്തിനും ജലമില്ലാതായിട്ട് കാലങ്ങളായി. ഒടുവിൽ നാട്ടുകാർ സംഘടിച്ച് ചമ്പക്കുളം മാപ്പിളശ്ശേരി കടവിൽ നിന്നും 1 കിലോമീറ്ററോളം പൈപ്പ് ലൈൻ വലിച്ച് വീടുകളിലേക്ക് ജലം എത്തിക്കുന്ന പദ്ധതി നടപ്പാക്കി. 4 ലക്ഷത്തോളം രൂപയാണ് കർഷകരും കർഷക തൊഴിലാളികളുമായ ഇത്രയും വീട്ടുകാർ സ്വരൂപിച്ചത്.
ഇതിനായി പലവട്ടം പഞ്ചായത്തിനെയും മറ്റ് അധികൃതരെയും സമീപിച്ചെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. 12ാം വാർഡ് കൊക്കണം പാടശേഖരത്തിന്റെ പുറംമണ്ണിൽ താമസിക്കുന്നവരും ദ്വീപ് നിവാസികളുമാണ് കുടിവെള്ളത്തിനും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള ജലത്തിനായി ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. ഈ വാർഡ് മെമ്പറും ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ജെസി ജോജിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കുന്നതിനായി 4 വർഷം മുമ്പ് എസ്റ്റിമേറ്റ് എടുത്തിരുന്നു. എന്നാൽ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. കൊക്കണം പാടശേഖരത്ത് ഇത്തവണ കൃഷി ഇറക്കാതിരുന്നതാണ് ഇവിടെ ജലദൗർലഭ്യം രൂക്ഷമാക്കിയത്. കൃഷിയുള്ളപ്പോൾ കീടനാശിനിയും മാലിന്യവും ഒക്കെ കലർന്നതാണെങ്കിലും ആ വെള്ളമെങ്കിലും ലഭിച്ചിരുന്നു. നാട്ടുകാർ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ ചില തൽപര കക്ഷികൾക്കായി ഈ പാടശേഖരത്തിൽ കൂടി പഞ്ചായത്ത് റോഡ് അടിക്കുകയാണെന്ന് PN രാജേന്ദ്രൻ പറഞ്ഞു. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള ജലം കിട്ടി, കുടിവെള്ളം വില കൊടുത്ത് വാങ്ങാതെ എന്ന് തൊണ്ട നനയ്ക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCV. നെല്ലിന്റെ ഉൽപാദന ചെലവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നെല്ലിന്റെ സംഭരണ വില കിൻഡലിന് 2500 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് കേരള കോൺഗ്രസ് എം സെക്രട്ടേറിയറ്റ് അംഗം KC ജോസഫ്. KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോഴത്തെ സംഭരണ വിലയായ കിൻഡലിന് 1900 രൂപയിൽ 1360 രൂപ മാത്രമേ ആദ്യഘട്ടത്തിൽ നൽകൂവെന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ നിലപാട് കർഷക വഞ്ചനയാണ്. 2011-12 പുതുക്കിയ ബഡ്ജറ്റിൽ പമ്പിംഗ് ചെലവ് പൂർണ്ണമായും സർക്കാർ നൽകുമെന്ന വാഗ്ദാനവും ഇനിയും നടപ്പായിട്ടില്ല. ഈ സാഹചര്യത്തിൽ കർഷക വിരുദ്ധമായ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് എം കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച കർഷക ധർണയും സമരപ്രഖ്യാപനവും മങ്കമ്പ് പാടി ഓഫീസ് പടികൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 1360 രൂപ മാത്രം കൊടുക്കുകയും പിന്നീട് 540 രൂപ കൊടുക്കാം എന്ന് പറയുന്ന നിലപാട് കർഷകരെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്ന ഒന്നല്ല. നമുക്കറിയാം, കഴിഞ്ഞ വർഷം കാനറ ബാങ്കിൽ നിന്നും PRS ഉപയോഗിച്ച് വായ്പ എടുത്തിട്ടുള്ള കർഷകർക്ക് നിലവിൽ വായ്പ കിട്ടാത്ത സ്ഥിതിയാണുള്ളത്. കാരണം 3 ലക്ഷം രൂപയാണ് ഒരു കർഷകന് പരമാവധി വായ്പ കിട്ടാനായിട്ട് അർഹതയുള്ളത്. എന്നാൽ ഈ PRS കർഷകന്റെ പേരിൽ തന്നെ ലോണായി തന്നതുകൊണ്ട് നമുക്ക് കർഷകന് നമുക്ക് അതിൻ്റെ വായ്പ കിട്ടാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർഷകന് 2500 രൂപ വില ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ആ വില ഒറ്റത്തവണയായി തന്നെ കർഷകന് എത്രയും പെട്ടെന്ന് നെല്ല് സംഭരിച്ച് ഉടൻ തന്നെ ബാങ്കിൽ കർഷകന് കിട്ടത്തക്ക നിലയിൽ അതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ കേരള കോൺഗ്രസ് പാർട്ടി കുട്ടനാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മണിക്ക് നമ്മുടെ സിവിൽ സപ്ലൈസിൻ്റെ പാടി ഓഫീസിന് മുമ്പിൽ ധർണ നടത്തുകയും ഒപ്പം തന്നെ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി കേരള മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി, റവന്യൂ മന്ത്രി, ജലവിഭവ വകുപ്പ് മന്ത്രിയുള്ള അടക്കമുള്ള ആളുകളെ കണ്ട് കുട്ടനാട്ടിലെ കർഷകരുടെ വിഷമങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ അവരെ ധരിപ്പിക്കുകയും ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പൊങ്ങ മണിമലമുട്ട തായിപ്പള്ളി തോട് നാട്ടുകാർ ചേർന്ന് വൃത്തിയാക്കി. 2 കിലോമീറ്ററോളം വരുന്ന തോട് പൂർണ്ണമായും പോള നിറഞ്ഞ മലിനമായിരുന്നു. നെടുമുടി ഗ്രാമപഞ്ചായത്തിലെ 1, 2, 4 വാർഡുകളിലൂടെ കടന്നുപോകുന്ന മണിമലമുട്ട് തായിപ്പള്ളി തോട്ടിൽ ഒഴുക്ക് നിലച്ചതോടെയാണ് പോള നിറഞ്ഞത്. കുടിക്കാനും കുളിക്കാനും നെടുമുടിക്കാർ ആശ്രയിച്ചിരുന്ന തോട്ടിലെ ഒഴുക്ക് നിലച്ചതോടെ തോട്ടിലെ വെള്ളം ദുർഗന്ധം വമിക്കുന്ന നിലയിലായിരുന്നു. ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾ നാട്ടിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് 1, 2, 4 വാർഡുകളിലെ 250ഓളം പേർ ചേർന്ന് തോട്ടിലെ പോള നീക്കാൻ മുന്നിട്ടിറങ്ങിയത്. തോട് ശുചീകരണത്തിനിറങ്ങിയവർക്ക് എലിപ്പനി അടക്കമുള്ള രോഗങ്ങൾക്കുള്ള പ്രതിരോധ മരുന്നുകളും CDSന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തിരുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോളവാരൽ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് ബദൽ സംവിധാനം എന്ന നിലയിൽ നാട്ടുകാർ ഒന്നിച്ച് പോളവാരലിനിറങ്ങി പുറപ്പെട്ടതെന്ന് നെടുമുടി ഗ്രാമപഞ്ചായത്ത് അംഗം യശോദ സുകുമാരൻ പറഞ്ഞു.
നാട്ടുകാർ ചേർന്നുള്ള തോട് ശുചീകരണത്തിന് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ സാമുദായിക യുവജന സംഘടനകളും രംഗത്ത് വന്നു. ശുചീകരണ പ്രവർത്തനത്തിന് CDS പ്രസിഡന്റ് അമ്പിളി നേതൃത്വം നൽകി. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടനാടും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് രാമഗിരി PhD ഗ്രൗണ്ടിൽ നടക്കുന്ന സെമിനാറിൽ കുമരകം കാർഷിക ഗവേഷണ കേന്ദ്രം മുൻ ഡയറക്ടർ ഡോക്ടർ KG പത്മകുമാർ വിഷയാവതരണം നടത്തി സംസാരിക്കും. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നു വരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രാമഗിരി യൂണിറ്റ് വാർഷികം നടന്നു. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി PV വിനോദ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി രാജ്കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുട്ടനാട്ടിലെ അനിയന്ത്രിതമായ കീടനാശിനി രാസവള പ്രയോഗത്തിനെതിരെ വ്യാപകമായ പ്രവർത്തന പരിപാടികൾ സംഘടിപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിരവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഇവയൊന്നും ഫലം കാണുന്നില്ല. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറുകയും ചെയ്യുന്നു. ശരവേഗത്തിലാണ് AC റോഡിലൂടെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്നത്. പല സമയങ്ങളിലും AC റോഡിനെ കുരുതിക്കളമാക്കുന്നത് വാഹനങ്ങളുടെ അമിത വേഗത തന്നെയാണ്. വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ ഒട്ടുമിക്ക ഡ്രൈവർമാരും അവഗണിക്കുകയാണ്. ഇതാണ് വാഹന അപകടങ്ങളിൽ മരണങ്ങൾക്ക് ഇടയാക്കുന്നത്. വാഹന പരിശോധന നടത്തുന്ന പോലീസിന്റെ കണ്ണു വെട്ടിക്കുന്നതിനു വേണ്ടിയാണ് ഇരുചക്ര വാഹന യാത്രക്കാർ ഹെൽമറ്റും മറ്റ് വാഹനങ്ങളിലെ യാത്രക്കാർ സീറ്റ് ബെൽറ്റും ധരിക്കാറ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്ന സാഹചര്യത്തിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി പോലീസ് കർശനമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. AC റോഡിൽ നിരന്തരമായിട്ട് ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ ശക്തമായിട്ട് ഇവിടെ വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കാരണം കൂടുതൽ അപകടങ്ങൾ കുറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഹെൽമെറ്റ് വെക്കാതെ ഉള്ള ബൈക്ക് ഓടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. പിന്നെ പോലീസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം അവിടുന്ന് സീറ്റ് ബെൽറ്റ് ഇടുക, ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വരിക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അവർ വാഹനം ഓടിക്കുന്നവർ തന്നെ 2 വീലർ ഓടിക്കുന്നവർ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് മറ്റ് 4 വീലർ ഓടിക്കുന്നവർ സീറ്റ് ബെൽറ്റൊക്കെ ഇടുകയാണെങ്കിൽ അപകടങ്ങൾ നിരന്തരമായി കുറയാറുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ശക്തമായിട്ട് വാഹനം ചെക്ക് ചെയ്യുന്നുണ്ട്. ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം വളരെ കുറയുന്നുണ്ട്. എന്നാലും ഗണ്യമായ രീതിയിലുള്ള കുറവില്ല. AC റോഡിൽ ആക്സിഡൻറ്റ് കൂടുതലാണ്. നൈറ്റ് പെട്രോളിംഗ് നിരന്തരമായി എല്ലാ ദിവസങ്ങളും നൈറ്റ് പെട്രോളിംഗ് ഉണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പറയാനുണ്ടെങ്കിൽ 2 വീലറുകാർ കർശനമായിട്ടും ഹെൽമെറ്റ് ഉപയോഗിക്കണം. 4 വീലർ ഉള്ളവർ
സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കണം, ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് പാടില്ല, റാഷ് ഡ്രൈവിംഗ് പാടില്ല. ഇത് ഈ വാഹനം ഓടിക്കുന്നവർ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അവരും നമ്മുടെ കൂടെ സഹകരിക്കുകയാണെങ്കിൽ ആക്സിഡൻറ്റ് ഒരു ബിലോ 60 ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. AC റോഡിലുണ്ടാകുന്ന അപകടങ്ങളുടെ പ്രധാന കാരണക്കാരൻ ഇടുങ്ങിയ പാലങ്ങൾ തന്നെയാണ്. ഇടുങ്ങിയ പാലങ്ങൾ എന്ന് സൂചിപ്പിക്കുന്ന ഒരു സിഗ്നൽ ബോർഡ് പോലും സ്ഥാപിക്കാൻ അധികൃതർക്ക് ഇതേവരെ സാധിച്ചിട്ടില്ല. ബോട്ട് സർവീസുകളെ മാത്രം ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന കുട്ടനാടിന്റെ ഉൾപ്രദേശത്തുള്ളവർ ദുരിതത്തിൽ. ജലഗതാഗത വകുപ്പിന്റെ അലംഭാവവും അശാസ്ത്രീയ നടപടികളുമാണ് കുട്ടനാട്ടുകാരുടെ യാത്രയ്ക്ക് ശകുനം മുടക്കുന്നത്. കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള പല സർവീസുകളും മുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. പരീക്ഷാകാലം കൂടി ആയതോടെ ബോട്ടുകൾ മുടങ്ങുന്നത് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാവുകയാണ്. കായൽ നിലങ്ങളിൽ രണ്ടാം കൃഷി പുരോഗമിക്കുന്ന സമയം കൂടിയാണിത്. എന്നാൽ ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും മറ്റും കായൽ നിലങ്ങളെ ബന്ധപ്പെടുത്തി നടത്തിയിരുന്ന സർവീസുകൾ അടിക്കടി മുടങ്ങുന്നത് കൃഷിയെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. നിസാര കേടുപാടുകൾ സംഭവിച്ച ബോട്ടുകൾ പോലും അറ്റകുറ്റപ്പണികൾ തീർക്കാതെ ഡോക്കിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിരവധി ബോട്ടുകളാണ് ആലപ്പുഴ ഡോക്കിൽ അടുത്തിടെ മുങ്ങിത്താണത്. ബോട്ട് മുങ്ങിത്താണ വാർത്ത KCV മുൻപ് സംപ്രേഷണം ചെയ്തിരുന്നു. ആലപ്പുഴ ഡോക്കിനോട് ചേർന്നുള്ള സ്ലീപ്പ് വേയും ഡ്രൈ ഡോക്കിന്റെയും നിർമ്മാണം പൂർത്തിയാവാത്തതാണ് ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി വൈകാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ 60 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച സ്ലീപ്പ് വേയുടെ നിർമ്മാണം അശാസ്ത്രീയമായിരുന്നു. ഇതിനാലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ബോട്ട് കയറ്റാൻ കഴിയാത്തത്. ഇതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും ജലഗതാഗത വകുപ്പിലെ ജീവനക്കാർ തന്നെ പറയുന്നു. എന്നാൽ ഇത് മറച്ചുവെച്ചാണ് ഇപ്പോൾ 1.5 കോടി രൂപ ചിലവഴിച്ച് ഡ്രൈ ഡോക്ക് പണിയുന്നതെന്നും ആരോപണമുണ്ട്. കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള ബോട്ട് സർവീസുകൾ എത്രയും വേഗം പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തപസ്യ കലാവേദി 39ാം സംസ്ഥാന വാർഷികോത്സവം നടന്നു. ഈ മാസം 13-ന് ആരംഭിച്ച വാർഷികോത്സവം പ്രതിനിധി സമ്മേളനത്തോടെ ഞായറാഴ്ചയാണ് സമാപിച്ചത്. തിരുവല്ല DTPC സത്രത്തിലാണ് പരിപാടി നടന്നത്. പ്രതിനിധി സമ്മേളനത്തിൽ കവി S. രമേശൻ നായർ അധ്യക്ഷനായി. സംസ്കാർ സാരഥി ദേശീയ ജനറൽ സെക്രട്ടറി വിശ്രം രാമചന്ദ്ര ജണ്ഡർ ഉദ്ഘാടനം ചെയ്തു. RSS സഹ പ്രാന്ത പ്രചാരക് K. വേണു മുഖ്യ പ്രഭാഷണം നടത്തി. ഭിന്ന സ്വഭാവക്കാരെ സമഭാവനയിൽ കോർത്തിണക്കി ലക്ഷ്യം കൈവരിക്കുകയാണ് സംഘടനയുടെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തനത്തിൽ സംഘടന പ്രവർത്തനം എന്ന് പറയുന്നത് കരാർ അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രവർത്തനമല്ല. സംഘടനയുടെ സ്ഥായീഭാവം എന്നാൽ എങ്ങനെയാണ് ഒരു സംഘടന സ്ഥിരമായി നിലനിൽക്കുന്നത് എന്നാണെങ്കിൽ അതിൽ പുലർത്തേണ്ട കാഴ്ചപ്പാട് ആര് ജയിച്ചാലും ആര് ജനിച്ചാലും മരിച്ചാലും അതൊന്നും ബാധിക്കാതെ പ്രവർത്തിക്കുന്ന സംഘടനാ യന്ത്രത്തെ സജ്ജീകരിക്കുന്നതിലൂടെയാണ് ഒരു സംഘടനയ്ക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത്. പ്രൊഫസർ PG ഹരിദാസ്, P. ഉണ്ണികൃഷ്ണൻ, ഫാക്ട് മോഹനൻ, തിരുവല്ല വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ചിത്രപ്രദർശനം, കഥാ സെമിനാർ, മാധ്യമ സെമിനാർ, രംഗവിസ്മയം, സമാദരണ സഭ തുടങ്ങിയ കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. കുട്ടനാട് താലൂക്ക് NSS യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മന്നം ഗ്രാമവികസന ക്ഷേമ കേന്ദ്രത്തിന്റെ പ്രവർത്തന സമ്മേളനം ഞായറാഴ്ച നടന്നു. നെടുമുടി വിദ്യാധിരാജ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവർത്തക യോഗത്തിൽ NSS കുട്ടനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PK രാധാകൃഷ്ണ പണിക്കർ അധ്യക്ഷനായി. മന്നം സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ശശിധരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ധനലക്ഷ്മി ബാങ്ക് മൈക്രോ ഫിനാൻസ് മാനേജർ ഉണ്ണികൃഷ്ണൻ നായർ, പ്രൊഫസർ KP നാരായണപിള്ള, യൂണിയൻ സെക്രട്ടറി V. ഉണ്ണികൃഷ്ണൻ, ശ്രീദേവി രാജു, PK ഗോപാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കാവാലം സിറ്റിസൺ ക്ലബിന്റെ പ്രവർത്തനോദ്ഘാടനം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3-ന് നടക്കും. കാവാലം SBT ജംഗ്ഷനിൽ നടക്കുന്ന പരിപാടി കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് U. പ്രതിഭാഹരി അധ്യക്ഷയാകും. ഇതോടനുബന്ധിച്ച് വിവിധ കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി ചരമവാർത്തകൾ. ചമ്പക്കുളം അമിച്ചകരി ചാവറ വീട്ടിൽ മറിയക്കുട്ടി നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 10-ന് ചമ്പക്കുളം സെന്റ് മേരീസ് ഫെറോന ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടനാടിനെ ചെങ്കടലാക്കി റെഡ് വാളണ്ടിയർ മാർച്ച് നടന്നു. രാമങ്കരയിൽ D. ലക്ഷ്മണനും മങ്കൊമ്പിൽ G. സുധാകരൻ MLAയും സല്യൂട്ട് സ്വീകരിച്ചു. കിടങ്ങറ ചെറുകാപ്പ് കോളനിക്ക് ശാപമോക്ഷം. കോളനിയിലേക്ക് റോഡ് നിർമ്മിക്കുന്നതിന് 40 ലക്ഷം രൂപ കുട്ടനാട് MLA അനുവദിച്ചു. നാട്ടുകാർ ഒന്നിച്ചു. കുളിക്കാനും നനയ്ക്കാനും വെള്ളമായി. കുടിവെള്ളത്തിന് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് കനിയണമെന്ന് നാട്ടുകാർ.
നെല്ലുവില ഉൽപാദന ചെലവിന് ആനുപാതികമായി ഉയർത്തണമെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KC ജോസഫ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.